പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പാലക്കാട് കാറ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ അമ്മയുടെയും മക്കളുടെയും നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. എൽസിയുടെ മൂത്ത മകൾ അലീനയെ കൂടി എറണാകുളത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അമ്മയുടെയും 3 മക്കളുടെയും ചികിത്സ. സെയ്ഫുനിസ അലിയാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം. സെയ്ഫുനിസ, ഈ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ, അപ്ഡേറ്റുകൾ വേണം. ഈ അപകട കാരണം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നാണ് എൽസ പറഞ്ഞത്. അപ്പോൾ ഈ അപകട കാരണം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വരണമെങ്കിൽ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? സേതുലക്ഷ്മി, അപകട കാരണം അറിയണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടക്കം പരിശോധന, ഫോറൻസിക്കിൻ്റെ അടക്കം പരിശോധന നടത്തിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇന്നലെ രാത്രി തന്നെ ഈ അപകടം ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ 2 കുട്ടികളെയും ഒപ്പം തന്നെ അമ്മ എൽസയെയും ഇവിടെ എറണാകുളം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പുലർച്ചെ 2:30 മകൾ അലീനയെയും, മൂത്ത മകളാണ് അലീനയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഇല്ല, പൊള്ളലേറ്റിട്ടില്ല. അലീനയെയും എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ എത്തിച്ചു. ഇപ്പോൾ ഈ അമ്മയും 3 മക്കളും ഒരേ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഏറ്റവും ഗുരുതരം ഇളയ കുട്ടിയുടെ ആരോഗ്യനിലയാണ്. ആൽഫ്രഡ് മാർട്ടിൻ, 3 വയസ്സാണുള്ളത്. ഈ കുട്ടിക്കാണ് 70% പൊള്ളൽ ഏറ്റിരിക്കുന്നത്. മറ്റൊരു കുട്ടിക്ക് 50% പൊള്ളലുണ്ട്. ഇവരെല്ലാം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ബോധത്തോടെ തന്നെയാണ്. പക്ഷേ പൊള്ളൽ ഗുരുതരമാണ്. അമ്മയ്ക്കും 45% പൊള്ളലേറ്റിട്ടുണ്ട്. മൂത്ത മകൾ അലീനയ്ക്ക് മാത്രമാണ് ഗുരുതരമായ പൊള്ളൽ ഏൽക്കാത്തത്. ഇന്നലെ തന്നെ പ്രാഥമിക ചികിത്സ നൽകി പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാത്രിയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. 9 മണിക്ക് ശേഷമാണ് ഇവിടേക്ക് വരികയും ചെയ്തത്. 9:30 കുട്ടികളെ എത്തിച്ചു. ശേഷം 10:30 അമ്മയെയും ഇവിടെ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ എത്തിച്ചു. 3 പേരും ഇപ്പോൾ ICUവിലാണ്, 4 പേരും ICUവിലാണുള്ളത്. പുലർച്ചെ എത്തിച്ച മൂത്ത മകളെയും ICUവിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർമാർ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ബുള്ളറ്റിനായിട്ട് ഇറക്കാനാണ് സാധ്യതയുള്ളത്. ഇന്നലെ വൈകിട്ട് അമ്മ ഈ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകാനിരിക്കുമ്പോഴാണ് 3 കുട്ടികളും കാറിൽ കയറിയ ശേഷം അമ്മ കാർ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ വല്യമ്മ പറയുന്നത്. വല്യമ്മ കാറിലേക്ക് കയറാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വല്യമ്മയ്ക്ക് കാര്യമായ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ ഏറ്റവും പിന്നിലാണ് ഇരുന്നത്. എന്താണ് അപകട കാരണം എന്നുള്ളത് കൂടുതൽ അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം മാത്രമേ പറയാനാകൂ. ശരി സെയ്ഫുനിസ, അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം കൂടി ലഭ്യമാണ് നമുക്ക്. പാലക്കാട് കാർ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ പരിക്കേറ്റ കുടുംബത്തിന്റെ ചികിത്സാ ചിലവ് സർക്കാർ ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തും. കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. തീപ്പൊള്ളലൊക്കെ ആയിട്ടുള്ളൊരു പാടൊന്നുമില്ലാതെ കഴിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നമുക്ക് ചിലവ്, ആശുപത്രിയുടെ ചിലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീപ്പൊള്ളലൊക്കെ ആയിട്ടുള്ളൊരു പാടൊന്നുമില്ലാതെ കഴിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നമുക്ക് ചിലവ്, ആശുപത്രിയുടെ ചിലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ആ അമ്മയും മക്കളും എത്രയും വേഗം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് മാത്രം നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഈ